അസ്സലാമു അലൈക്കും. ഈ വൈകുന്നേരം ഒരു ഹിസ്റ്ററി ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറം പരിപാടിയാണ്. അപ്പോൾ ഞാനിങ്ങനെ സ്കൂളിൽ എന്നെ ഹിസ്റ്ററി പഠിപ്പിച്ച ഏതെങ്കിലും മാഷന്മാർ ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയായിരുന്നു. ഒന്ന് രണ്ടാളെ ഞാൻ പ്രതീക്ഷയാണ്, ആരും വന്നിട്ടില്ല. അവരോട് പ്രതികാരം വീട്ടാനുള്ളൊരു സന്ദർഭമായിട്ട് ഈ സമയം ഉപയോഗപ്പെടുത്താൻ പറ്റുമോ? പിന്നെ കുറേ ഹിസ്റ്ററി ഇവിടെ നേരത്തെ ഉദ്ഘാടകൻ പറഞ്ഞു. ഞാൻ അധികം ഹിസ്റ്ററി പറയാൻ വിചാരിക്കുന്നില്ല. കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ അങ്ങ് പറഞ്ഞു പോകുക, അതുമായി ബന്ധപ്പെട്ട വേറെ ചില കാര്യങ്ങൾ പറയാം എന്നാണ് വിചാരിക്കുന്നത്. കേരള ചരിത്രത്തിലെ മുസ്ലിം സ്വാധീനം എന്നാണ് നമ്മൾ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. ഈ കേരളം എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ ഇന്ത്യയിലെ ഒരു ബെസ്റ്റ് സ്റ്റേറ്റ് എന്ന നിലക്ക് ആളുകൾ കാണാറുണ്ട്. അതിൽ ശരിയുമുണ്ട്. നമ്മൾ എന്താ പറയുക, വികസനത്തിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഉണ്ടല്ലോ, പലതരം സ്റ്റാൻഡേർഡ്സ്. ഹെൽത്ത്, ആയുരാരോഗ്യം, സ്ത്രീകളുടെ വിദ്യാഭ്യാസം, സാക്ഷരത, ശിശുമരണം, സാമൂഹിക ബന്ധം, ഇങ്ങനെയൊക്കെയുള്ള പല സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നാഷണൽ ആവറേജിനേക്കാൾ എത്രയോ മേലെ നിൽക്കുന്ന, പലപ്പോഴും യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സിനൊപ്പം നിൽക്കുന്നൊരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. നമ്മൾ ആ നിലയ്ക്ക് പുരോഗമനാത്മകമായ ഒരു പ്രോഗ്രസീവ് സ്റ്റേറ്റ് എന്നുള്ള നിലയ്ക്ക് പ്രബുദ്ധ കേരളം എന്ന് നമ്മളിങ്ങനെ പറയാറുണ്ട്. പ്രബുദ്ധ കേരളം, അത് ശരിയുമാണ്. പല സ്റ്റാൻഡേർഡ്സിലും നമ്മൾ യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സിന് ഒപ്പമോ അതിന് മേലെയോ ഒക്കെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് കേരളം അത് നേടിയെടുത്തത് എന്ന് ചോദിക്കുമ്പോൾ അത് ഇപ്പോൾ അത് ഇരട്ടച്ചങ്കൻ്റെ നേട്ടമാണെന്ന് ചില ആളുകൾ പറയും. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേട്ടമാണെന്ന് പറയും. ഇങ്ങനെയൊക്കെ അതിനെ പല നിലക്ക് വിശദീകരിക്കുന്ന ആളുകളുണ്ട്. ക്രിസ്ത്യൻ മിഷണറിമാരെ കുറിച്ച് പറയും. അങ്ങനെ പല നിലക്ക് വിശദീകരിക്കുന്ന ആളുകളുണ്ട്. കേരളത്തെ രൂപീകരിക്കുന്നതിൽ ഇസ്ലാമിൻ്റെ, മുസ്ലിങ്ങളുടെ പങ്ക് എന്താണ് എന്നതിനെക്കുറിച്ച് ചില ആലോചനകളാണ് ഞാൻ നടത്താൻ വിചാരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാം എന്ന് പറയുമ്പോൾ ഇസ്ലാം നമ്മൾ പള്ളികൾ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളികളൊക്കെ നഗരങ്ങളിലാണ്. ഇസ്ലാമിലെ പള്ളികളൊക്കെ നഗരങ്ങളിലാണ്. പള്ളികൾ എന്ന് പറയുന്നതിനേക്കാൾ ശരി, പള്ളികളെ കേന്ദ്രീകരിച്ചാണ് ഇസ്ലാമിലെ നഗരങ്ങളെല്ലാം വളർന്നു വന്നിട്ടുള്ളത്. മക്കയെക്കുറിച്ച് നമുക്കറിയാം. മക്കയെക്കുറിച്ച് പറയുന്നതിന് ഉമ്മുൽ ഖുറ, നഗരങ്ങളുടെ മാതാവാണ്. മദർ ഓഫ് ഓൾ സിറ്റീസാണ് മക്ക എന്ന് പറയുന്നത്. അത് മസ്ജിദുൽ ഹറമിനെ ചുറ്റിപ്പറ്റിയാണ്, അല്ലെങ്കിൽ കഅബയെ ചുറ്റിപ്പറ്റിയാണ് മക്ക വികസിക്കുന്നത്. മദീന എന്ന് പറഞ്ഞാൽ തന്നെ നഗരം എന്നാണ് അതിൻ്റെ അർത്ഥം. മദീനത്തു നബി, ദ സിറ്റി ഓഫ് പ്രൊഫറ്റ് എന്നുള്ളതാണ് മദീന എന്ന് അറിയപ്പെടുന്നത്. ഡൽഹി നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൽഹി എങ്ങനെയാണ്? ജമാ മസ്ജിദിനെ ചുറ്റിപ്പറ്റിയാണ് ഡൽഹി ഇന്നത്തെ ഡൽഹിയല്ല ഞാൻ പറയുന്നത്. യഥാർത്ഥ ഡൽഹി ജമാ മസ്ജിദാണ് അതിൻ്റെ കേന്ദ്രം. ജമാ മസ്ജിദിനെ ചുറ്റിപ്പറ്റി വികസിച്ചൊരു നഗരമാണത്. ഏത് നഗരം എടുത്താലും അങ്ങനെയാണ്. അത് ഇസ്ഫഹാനാണെങ്കിലും ദിമഷ്കാണെങ്കിലും ബഗ്ദാദാണെങ്കിലും ഏത് നഗരം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മസ്ജിദിനെ ചുറ്റിപ്പറ്റിയാണ് നഗരങ്ങളുണ്ടാകുന്നത്. ഇത് ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇസ്ലാമിലെ ഒരു ആരാധനാലയവും മലൻ്റെ മുകളിലില്ല. ധാരാളം പടവുകൾ കയറി മലയും കാടും താണ്ടി എത്തേണ്ട ഒരു സ്ഥലമല്ല ഇസ്ലാമിലെ ആരാധനാലയങ്ങൾ. മറ്റേതാണ്ട് എല്ലാ മതങ്ങളുടെയും പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾ നമുക്കറിയാം അങ്ങനെയാണ്. മലമടക്കുകളിലാണ്, കാട്ടിനുള്ളിലാണ്, ഗുഹകളിലാണ്, ദീർഘമായ ചുരപാതകൾ സഞ്ചരിച്ച് വേണമെത്താൻ. അങ്ങനെയല്ല ഇസ്ലാമിലെ മസ്ജിദുകൾ.
ഇസ്ലാമിലെ മസ്ജിദുകൾ നഗരമധ്യത്തിലാണ്. അതിന് കാരണം എന്താണ്? അതിന് കാരണം മതത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചുമുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ നിന്ന് അകലെയുള്ള ഒരു സംഭവമല്ല. ആരാധന എന്ന് പറഞ്ഞാൽ നമ്മുടെ നഗരം എന്ന് പറഞ്ഞാൽ അത് ദുനിയാവിനെ കുറിക്കുന്ന ഒരു കാര്യമാണല്ലോ, ദുനിയാവിൻ്റെ സൂചകമാണ്, ഈ ലോകത്തിൻ്റെ ഭൗതിക ലോകത്തിൻ്റെ സൂചകമാണ്. അപ്പം ഭൗതിക ലോകത്തു നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ഒരു ഏർപ്പാടല്ല ഇബാദത്ത്, ആരാധന എന്ന് പറഞ്ഞാൽ. അപ്പോൾ കച്ചവടമൊക്കെ കച്ചവടമൊക്കെ നിർത്തി, ഏർപ്പാടുകളൊക്കെ നിർത്തി പോകേണ്ട ഒരു പരിപാടിയല്ല പള്ളിയിൽ പോകുക എന്ന് പറയുന്നത്. കച്ചവടം നടന്നുകൊണ്ടിരിക്കാണ്ട് പോവുകയാണ്. അതുകൊണ്ടാണ് നഗരങ്ങളിലാവുന്നത്. മനസ്സിലായില്ല? ദൈനംദിന ദുനിയവി വ്യവഹാരങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കെ തന്നെയാണ് നമ്മൾ അള്ളാഹുവുമായിട്ടും അല്ലെങ്കിൽ ഏകദൈവവുമായിട്ടും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ആ കാഴ്ചപ്പാടാണ് ഇങ്ങനെ ആകാൻ കാരണം. അത് ഇപ്പോൾ മക്കയെക്കുറിച്ച് പറഞ്ഞു. മക്ക നമുക്കറിയാം, ഇബ്രാഹിം നബിയാണ് ഒരർത്ഥത്തിൽ മക്കയുടെ പിതാവ്. ഇബ്രാഹിം നബി അവിടെ വരുന്നു, ഹാജറയെയും ഇസ്മായിലിനെയും അവിടെ ഉപേക്ഷിക്കുന്നു. ഇസ്മായിലിൻ്റെ കാലടിപ്പാടിൽ നിന്ന് സംസം പൊട്ടിയൊലിക്കുന്നു. അങ്ങനെ വെള്ളം അവിടെ വരുന്നു. വെള്ളം ഉള്ള സ്ഥലത്ത് സ്വാഭാവികമായി മരുഭൂമിയിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യം കണ്ടാൽ അതിൻ്റെ മുകളിൽ കൂടി പറവകൾ പറക്കും. അപ്പോൾ യാത്രാ സംഘങ്ങൾ പറവകളെ നോക്കിയിട്ടാണ് വെള്ളത്തിൻ്റെ സാന്നിധ്യം അറിയുന്നത്. അങ്ങനെ യാത്രാ സംഘങ്ങൾ അവിടെ വന്നു ചേരുന്നു. ചിലരവിടെ തമ്പടിക്കുന്നു. അതൊരു നഗരമായിട്ട് വികസിക്കുന്നു. അത് ഉമ്മുൽ ഖുറയായി, നഗരങ്ങളുടെ മാതാവായിട്ട് മാറും. നമുക്കറിയാം, ഇന്ന് 365 ദിവസവും 24 മണിക്കൂറും സജീവമായിട്ടുള്ളൊരു നഗരമാണ്. അപ്പോൾ ആ നഗരത്തിൻ്റെ സ്ഥാപനം നടത്തുമ്പോൾ, കഅബ നിർമ്മിക്കുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നടത്തുന്ന പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ 2 സ്ഥലങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ പ്രാർത്ഥനകളിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം 3 കാര്യങ്ങളാണ് പറയുന്നത്, അള്ളാഹുവിനോട് പറയുന്നത്. ഒന്ന്, റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത്, എന്നെ നിസ്കരിക്കുന്ന ആളാക്കണം എന്ന് പറഞ്ഞാൽ ഇബാദത്തെടുക്കുന്ന ആത്മീയമായ ഒരു ആവശ്യമാണ്. ഒരു എന്താ പറയുക, റൂഹാനിയായിട്ടുള്ള അബൗദ്ധികമായിട്ടുള്ള ദുനിയവി അല്ലാത്തൊരു കാര്യമാണ് റബ്ബി ജഅൽനി മുഖീമസ്സലാ. രണ്ടാമത്തെ കാര്യം എന്താണ്? റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, ഈ നാടിനെ ഒരു സുരക്ഷിത നാടാക്കിയിട്ട് മാറ്റണം, ഒരു സുരക്ഷിത പ്രദേശമാക്കി മാറ്റണം, അമ്നുള്ള സ്ഥലമാക്കി മാറ്റണം. സുരക്ഷിതമായ നാട്, അതൊരു ആധുനികമായ മൂല്യമാണ്, അല്ലെങ്കിൽ മറുത്തതൊരു ഭൗതികമായ മൂല്യമാണ്. ഒരു നാടിൻ്റെ വികസനം, നാടിൻ്റെ പുരോഗതി, നാടിൻ്റെ ശക്തി എന്നൊക്കെ പറയുന്നത് ആ നാടിൻ്റെ സുരക്ഷിതത്വം, എത്ര സേഫ്റ്റി, സ്റ്റെബിലിറ്റി, ഇതുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ രണ്ടാമത്തെ ആവശ്യം, ഇബ്രാഹിം നബിയുടെ ആവശ്യം അതാണ്. ഇത് വളരെ സേഫ് ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു രാജ്യമാക്കി, ഒരു നാടാക്കി ഈ നാടിനെ മാറ്റണം. റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന. മൂന്നാമത്തെ ആവശ്യം എന്താണ്? വർസുഖ് അഹ്ലഹു മിനസ്സമറാത്ത്, ഈ നാട്ടുകാർക്ക് സമൃദ്ധി നൽകണം, ഈ നാട്ടുകാർക്ക് സമൃദ്ധി നൽകണം, സുഭിക്ഷത നൽകണം. അപ്പോൾ സമൃദ്ധിയും സുഭിക്ഷതയും സുരക്ഷിതത്വവുമുള്ള ഒരു രാജ്യമാക്കി ഈ രാജ്യത്തെ മാറ്റണമേ എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അത് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ഒരു ലോക കാഴ്ചപ്പാട്, അതാണ് അദ്ദേഹത്തിൻ്റെ നാഗരിക ബോധം, വേൾഡ് വ്യൂ എന്ന് നമ്മൾ പറയില്ലേ, ലോകബോധം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദർശനം അതാണ്. ഇവിടെ വന്ന് നിസ്കരിക്കുക എന്നുള്ളത് മാത്രമല്ല, നിസ്കരിക്കണം, അതാണ് ഒന്നാമത്തെ പ്രാർത്ഥന. ഇത് സുരക്ഷിതവും സുഭദ്രവുമായിട്ടുള്ളൊരു നാടാകണം, വളരെ സമൃദ്ധിയുള്ള, റിസ്ക്കുള്ള, സമറാത്തുള്ള ഒരു നാടാകണം. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന.
അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഖുർആൻ പറയുന്ന വിശേഷണം വളരെ വളരെ എന്താ പറയുക, വളരെ ഗംഭീരമായ 2 വിശേഷണങ്ങൾ കൊടുക്കുന്നത്. ഒന്ന് ഖലീലുള്ളയാണ്, അള്ളാഹുവിൻ്റെ സുഹൃത്താണ്. രണ്ടാമത്തെ ഇമാമുന്നാസാണ്, ജനനേതാവാണ്. ഒരേ സമയം അള്ളാഹുവിൻ്റെ സുഹൃത്തും ജനനേതാവുമായിട്ടുള്ള ഒരാളായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഇത് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ഇത് തന്നെ മറ്റൊരു രീതിയിൽ ഖുർആൻ പറയുന്നത് സൂറത്തുൽ എന്താണ്, ഈലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ്. ഈ ശിശിരകാലത്തും ശൈത്യകാലത്തും നടത്തുന്ന കച്ചവട യാത്രകളെക്കുറിച്ചാണ് പറയുന്നത്. അറബികളുടെ ഖുറൈശികളുടെ സ്വഭാവം എന്താണ്? അവർ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്ന ആളുകളല്ല, യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശൈത്യമെന്നോ ഗ്രീഷ്മമെന്നോ ഭേദമില്ലാതെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കച്ചവട യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കച്ചവടത്തെക്കുറിച്ച് എത്രയാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിന് ശേഷം പറയുന്നുണ്ട് എന്താണ്, ഫല്യഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്. ഹാദൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ അന്ന് ഇദ്ദേഹം ഉണ്ടാക്കി, ഇബ്രാഹിം നബി ഉണ്ടാക്കിയ ബൈത്താണ്. ആ റബ്ബിനെ കുറിച്ച് എന്താണ് പറയുന്നത്? അല്ലദീ അത്അമഹും മിൻ ജൂ വ ആമനഹും മിൻ ഖൗഫ്. അന്ന് പ്രാർത്ഥിച്ച അതേ കാര്യമാണ്. വിശപ്പിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നൽകിയ, ഭയത്തിൽ നിന്ന് മോചനം നൽകിയ. അപ്പോൾ വിശപ്പിൽ നിന്നും ഭയത്തിൽ നിന്നും മോചനം ലഭിക്കുന്ന ഒരു നാടാക്കി ഈ നാടിനെ മാറ്റണമെന്നാണ് ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത്. അതിങ്ങനെ അനശ്യൂതം തുടരുകയാണ്. അത് തുടരുന്നത് എങ്ങനെയാണ്? അതിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നുകൊണ്ടല്ല, ശൈത്യമെന്നോ ഗ്രീഷ്മമെന്നോ ഭേദമില്ലാതെ കച്ചവട യാത്രകൾ, സാർത്ഥവാഹക സംഘങ്ങൾ, മരുഭൂമികൾ താണ്ടി നഗരങ്ങൾ താണ്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ചരക്കുകൾ കൊണ്ടുവരികയാണ്, സേവനങ്ങൾ കൊണ്ടുവരികയാണ്, വസ്തുക്കൾ കൊണ്ടുവരികയാണ്, ബിസിനസ് നടത്തുകയാണ്. റിഹ്ലത ശിതാഇ വസ്സൈഫ്, നിരന്തരം ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അത്അമഹും മിൻ ജൂ വ ആമനഹും മിൻ ഖൗഫ് ആയത്. അപ്പോൾ ഇത് ഇസ്ലാമിൻ്റെ ഒരു സംസ്കാരമാണ്. യാത്രകൾ, കച്ചവടങ്ങൾ. നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയിൽ വെച്ച് നോക്കുമ്പോൾ ഇത് തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം. ഇന്ത്യൻ ഫിലോസഫി മാത്രമല്ല, മൊത്തം മതങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഫിലോസഫിയിലെ നമ്മൾ ഭയങ്കര സംഭവമായിട്ട് പറയും. ഇപ്പം ഗാന്ധിയുടെ ഒരു സ്വാശ്രയത്വം എന്ന് പറഞ്ഞൊരു കാഴ്ചപ്പാടുണ്ട്. സ്വാശ്രയ ഗ്രാമങ്ങൾ, സ്വാശ്രയ നഗരങ്ങൾ ഭയങ്കര സംഭവമായിട്ട് കൊണ്ടുവരുന്നൊരു സംഗതിയാണ്. നമ്മൾ തന്നെ ചിലപ്പോൾ ഇങ്ങനെ സംസാരത്തിനിടയ്ക്ക് പറയുമല്ലോ, ഈ തമിഴ്നാട്ടിൽ നിന്ന് ലോറി വരാണ്ടായാൽ നമ്മൾ പട്ടിണിയാവെന്ന് പറയും. നമ്മളൊക്കെ പറയാറില്ലേ, തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി വരാണ്ടായാൽ നമ്മൾ പട്ടിണിയാവും. എന്തൊരു വിഡിതാണ് പറയണത്. തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി വണ്ടി വരാണ്ടായാലും നമ്മൾ മാത്രമല്ല പട്ടിണിയാകുക, തമിഴന്മാരും പട്ടിണിയാകും. കാരണം അവർക്ക് ഈ വെണ്ടക്കയും മുരിങ്ങക്കായും തിന്ന് ജീവിക്കാൻ പറ്റില്ലല്ലോ. അത് വിറ്റിട്ട് പൈസ ഉണ്ടാക്കണ്ടേ? അത് വിറ്റ് പൈസ ഉണ്ടാക്കിയിട്ടാണ് അവർ ജീവിക്കണത്. അവരിൽ നമ്മളത് വാങ്ങും. അപ്പോൾ അവരതവിടെ നിർത്തിയിട്ട് കഴിഞ്ഞിട്ട് തക്കാളി എല്ലാ ദിവസവും തക്കാളി നിന്നിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പോൾ അവർ നമുക്ക് തക്കാളിയും വെണ്ടക്കയും മുരിങ്ങക്കായും ഒക്കെ തരുന്നു, നമ്മളതിന് പൈസ കൊടുക്കുന്നു. ഇങ്ങനെയാണ് മനുഷ്യർ ജീവിക്കുന്നത്. ചരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു, വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു, ചരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു, സേവനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു. മലയാളിക്ക് വേറെ പലയാണ്. മലയാളിക്ക് തക്കാളിയും വെണ്ടക്കയൊന്നും ഉണ്ടാക്കാൻ നേരമില്ല, അവൻ വേറെ പല പണിയെടുക്കുന്നു. പ്രധാനമായും നമ്മുടെ ഒരു വരുമാനം ഹ്യൂമൻ റിസോഴ്സ് തന്നെയാണ്, മനുഷ്യരുടെ അധ്വാനം, പ്രത്യേകിച്ചും ഇൻ്റലക്ച്വൽ റിസോഴ്സാണ്, നമ്മുടെ ലേബർ ഫോഴ്സ്. ഇങ്ങനെ പല കാര്യങ്ങളിലാണ് നമ്മൾ കൊടുത്തത്. ഇങ്ങനെ ഓരോ കൂട്ടർ പല കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യുന്നു, പലതരം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നു, അത് പരസ്പരം കൈമാറുന്നു. അങ്ങനെ ഇങ്ങനെ പാരസ്പര്യത്തിലൂടെ മാത്രമേ മനുഷ്യനെ നിൽക്കാൻ പറ്റുള്ളൂ, ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സ്വാശ്രയത്വം എന്നൊക്കെ പറയുന്ന ഒരു വെറും ഉട്ടോപ്യൻ തരികിട വിഡ്ഢിതാശയങ്ങളാണ്. ഗാന്ധിജിയുടെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ഒരു ഫൂളിഷ് ഐഡിയ മാത്രമാണ്. എല്ലാം ചർക്ക ഇതാക്കുക, തുണി നമ്മളുണ്ടാക്കുക, നമ്മൾ തന്നെ ജൈവ കൃഷി നടത്തി കൃഷി ചെയ്യാം, മെക്കനൈസേഷൻ വേണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങേയറ്റത്തെ വിഡ്ഢിത്തം നിറഞ്ഞൊരാശയമായിരുന്നു. ഇന്ത്യ അതിൽ നിന്നില്ല, നെഹ്റു വേറെ വഴിക്കാണ് ഇന്ത്യയെ കൊണ്ടുപോയത്. അപ്പോൾ ഈ സ്വാശ്രയത്വം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് സാധ്യമല്ല. കാരണം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പരസ്പര ബന്ധിതമായിട്ടുള്ളൊരു ജീവിവർഗമാണ്. പരസ്പര ബന്ധിതമായിട്ടുള്ളൊരു ജീവിവർഗമാണ്. അറേബ്യയിൽ നിന്ന് ഈത്തപ്പഴം വരുന്നു,
തമിഴ്നാട്ടിൽ നിന്ന് തക്കാളി വരുന്നു, പിന്നെ ആന്ധ്രയിൽ നിന്ന് നെല്ല് വരുന്നു, ഇവിടുന്ന് പലതും അങ്ങോട്ട് പോകുന്നു. ഇങ്ങനെയാണ് മനുഷ്യർ ഇതാക്കുന്നത്. അപ്പോൾ രഹിലത്ത ശിത്ത ഇവ സ്വയം, കാലഭേദങ്ങൾ നോക്കാതെയുള്ള നിരന്തരമായ യാത്രകളാണ്. അങ്ങനെയാണ് മനുഷ്യർ. ഇന്ത്യയിൽ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിൽ സവർണ സംസ്കാരമാണ്. കടൽ യാത്ര നിഷിദ്ധമാണ്, കടൽ യാത്ര ഹറാമാണ്. ആ ഒരു അബോധത്തിൽ നിന്നാണ് സ്വാശ്രയത്വം എന്ന് പറയുന്നതൊക്കെയുള്ള കാഴ്ചപ്പാട് വരുന്നത്. പിന്നെ ഇന്ത്യൻ ഫിലോസഫിയിൽ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ് പിന്നെ ബൗദ്ധ ദർശനം. ബുദ്ധൻ്റെ ആശയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പിന്നെ എന്താണ്, ആശയാണ്. നമ്മളൊക്കെ സ്കൂളിൽ നിന്ന് പഠിച്ചാണ്, ആശയാണ് എല്ലാം. എന്താണ്? ആശ വെടിയുക, അല്ലേ? ആശ വെടിയുക. ആശയാണ് എല്ലാറ്റിൻ്റെയും ഹേതു, എല്ലാ തെറ്റുകളുടെയും ഹേതു. ആഗ്രഹമാണ് എല്ലാ തിന്മകളുടെയും ഹേതു. ഇന്ത്യൻ ഫിലോസഫിയിലെ പ്രധാനപ്പെട്ട ഒരു ഭയങ്കരമായിട്ട് സ്വീകരിക്കപ്പെട്ട ഒരു ആശയമാണ്. ആഗ്രഹമാണ് എല്ലാ തിന്മകളുടെയും ഹേതു. ഒന്ന് ആഗ്രഹങ്ങളെ വെടിയുക. നമുക്ക് ആലോചിച്ച്, മനുഷ്യനെ ആഗ്രഹമില്ലായിരുന്നു. ബുദ്ധൻ പറഞ്ഞ മാതിരി എല്ലാവരും ആഗ്രഹങ്ങളങ്ങ് വെടിഞ്ഞെന്ന് വിചാരിക്കുക. എന്തൊരു അവസ്ഥ! ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾ ഈ മൊബൈൽ ഫോൺ ഉണ്ടാകും. മൊബൈൽ ഫോൺ എങ്ങനെ ഉണ്ടായത്? മനുഷ്യനൊരു ആഗ്രഹമാണ്. നടന്നു പോകുമ്പോഴും ഉമ്മാനെ വിളിക്കാൻ പറ്റണം, അല്ലെങ്കിൽ ഓളെ വിളിക്കാൻ പറ്റണം, അല്ലെങ്കിൽ മോനെ വിളിക്കാൻ പറ്റണം. അങ്ങനെയല്ലേ? മൈക്ക് എങ്ങനെ ഉണ്ടായത്? ഇങ്ങനെ അട്ടഹസിക്കാൻ പറ്റില്ല. ഒരുപാട് ആൾക്കാരോട് സംസാരിക്കാനൊരു സാധനം ഉണ്ടാവണമെന്നൊരു ആഗ്രഹമാണ്. ആഗ്രഹമാണ് മനുഷ്യനെ ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നത്, മനുഷ്യനെ നിരന്തരം സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, മനുഷ്യനെ നിരന്തരം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് ആഗ്രഹമാണ്. ആഗ്രഹം ഇല്ലാണ്ടായാൽ മനുഷ്യനില്ലാണ്ടാവും. മനുഷ്യ ജീവിതം തന്നെ സ്തംഭിച്ചു പോകും. ഇസ്ലാം അതിനൊന്നും അനുവദിക്കുന്ന ഒരു മതമല്ല. നിരന്തരമായ യാത്ര, സമ്പാദിക്കുക. സമ്പാദനത്തിന് വേണ്ടിയുള്ള യാത്രയിൽ മരിച്ചുപോയതിനെക്കുറിച്ച് ഷഹീദായിട്ട് റസൂൽ പരിചയപ്പെടുത്തി. എന്തിനു സമ്പാദിക്കാൻ? സ്വന്തം കുടുംബത്തിന് സമ്പാദിക്കാൻ പോയിട്ടേ അതിൻ്റെ ഇടയിൽ മരിച്ചുപോയാൽ ശുഹദാക്കളുടെ നിലവാരത്തിലാണ്. ഇത് ഈ പറഞ്ഞത് ബൗദ്ധദർശനം എന്ന് പറഞ്ഞാൽ മതദർശനമാണ്. മാർക്സിസം ഇതിനേക്കാൾ ഗംഭീരമാണ്. മാർക്സിൻ്റെ അടിസ്ഥാനം തന്നെ എന്താണ്? ക്യാപിറ്റൽ ഈസ് ദ മദർ ഓഫ് ഓൾ ഈവിൾസ്. മൂലധനം എന്ന് പറയുന്നത് സർവ്വ തിന്മകളുടെയും മാതാവാണെന്നുള്ളതാണ്. എല്ലാ കുഴപ്പങ്ങളുടെയും കാരണം ബുദ്ധൻ്റെ കാഴ്ചപ്പാടിൽ ആഗ്രഹമാണ് എല്ലാ കുഴപ്പങ്ങളുടെയും കാരണം. മാർക്സിൻ്റെ കാഴ്ചപ്പാടിൽ ധനമാണ് എല്ലാ കുഴപ്പങ്ങളുടെയും കാരണം. ദാസ് ക്യാപിറ്റൽ അതാണ് വിശദീകരിക്കുന്നത്. പറഞ്ഞു നോക്കിയാൽ ഭയങ്കര സംഭവമായിട്ട് തോന്നും. ധനം എല്ലാ കുഴപ്പങ്ങളുടെയും കാരണമാണ്. ധനം കുഴപ്പമൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ ഇസ്ലാം ധനത്തെ വളരെ പവിത്രമായിട്ടാണ് കണ്ടിട്ടുള്ളത്. റസൂലിൻ്റെ ഖുത്ബത്തുൽ വിദായിൽ പവിത്രമായിട്ട് എണ്ണിയ 3 കാര്യങ്ങൾ: 1 മനുഷ്യൻ്റെ രക്തം, 2 മനുഷ്യൻ്റെ ധനം, 3 മനുഷ്യൻ്റെ അഭിമാനം. 3 പവിത്രമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തെറ്റാണെന്നല്ല. ബലദിക്കും ഹാദ കശഹരിക്കും ഹാദ, അത്രയ്ക്കും പവിത്രമാണ്. മക്കാ മണ്ണ് പോലെ, ദുൽഹിജ്ജ മാസം പോലെ പവിത്രമാണ് ധനം. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, എന്ത്? വലാ തുഅ്തു സുഫഹാ അംവാലകുമുല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമ. നിങ്ങൾ പൈസ കൊണ്ട് ഇങ്ങനെ തമാശക്കളി കളിക്കരുത്. പൈസ കൊണ്ട് തമാശക്കളി കളിക്കരുത്. വിഡ്ഢികളുടെ കയ്യിൽ, പൊട്ടന്മാരുടെ കയ്യിൽ പൈസ കൊടുക്കരുത്. അല്ലേ? എന്താണ് അതിൻ്റെ കാരണം? അംവാലകുമുല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമ. അത് മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ബുദ്ധിപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്യണം. എവിടെയും കൊണ്ടുപോയിട്ട് അങ്ങോട്ട് വലിച്ചെറിയരുത്. വിഡ്ഢികളുടെ കയ്യിൽ പൈസ ഏൽപ്പിക്കരുത്. ഒരുത്തം വന്നിട്ട് പിന്നെ ഇത് ഇത്ര ലാഭം ഉണ്ടായിത്തരാം, ഇന്ന് ബിസിനസ് തുടങ്ങണം എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ പൈസ എടുത്ത് കൊടുക്കരുത്. വല്ല തുസുഫ അംവാലക്കും. അപ്പോൾ ഇൻ്റലിജൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം.
പണം എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായിട്ടുള്ള, വളരെ പവിത്രമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പണത്തെക്കുറിച്ച് അടിസ്ഥാന കാഴ്ചപ്പാട് എന്താണ്? പണം കറങ്ങിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. പണം ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് നമ്മുടെ ഇതുണ്ടല്ലോ, അനന്തരാവകാശം എടുക്കാം. ഇസ്ലാമിന് അനന്തരാവകാശം സമ്പ്രദായം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര സങ്കീർണമാണത്. അത് സങ്കീർണമാകാൻ കാരണം വെച്ചാൽ പരമാവധി ആളുകൾ അതിലേക്ക് കൊണ്ടുവരികയാണ്. അനന്തരാവകാശത്തിൻ്റെ സ്വത്തിൻ്റെ അവകാശം. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അതിങ്ങനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. പണം ഇങ്ങനെ പരമാവധി കറങ്ങണം, പരമാവധി ആളുകളിലേക്ക് കറങ്ങിക്കൊണ്ടിരിക്കണം. ചുമ്മാ ഇങ്ങനെ കിടന്നാൽ ഒന്നും ഉണ്ടാവില്ല, നാട്ടിലൊന്നും ഉണ്ടാവില്ല, സ്തംഭിച്ചു പോകും. പണം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. അത് ഖുർആൻ്റെ ഒരു അടിസ്ഥാന സിദ്ധാന്തമാണ്. സക്കാത്തും സദക്കയും ഈ ഇതും ഈ അനന്തരാവകാശ നിയമങ്ങളൊക്കെ വരുന്നത് അങ്ങനെയാണ്. പണം കറങ്ങിയാലേ സമൂഹത്തിൽ പുരോഗതി ഉണ്ടാവുക, പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുക, ചലനാത്മകത ഉണ്ടാവുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇസ്ലാമിൻ്റെ ഈ സഹജ സ്വഭാവമുണ്ടല്ലോ, നിരന്തരമായി പണത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുക, പണത്തെ കറക്കിക്കൊണ്ടിരിക്കുക, മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ടിരിക്കുക, യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുക, അത് മുസ്ലിങ്ങളുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. മുസ്ലിങ്ങളുടെ രക്തത്തിലുണ്ടത്. എന്ന് മാത്രമല്ല, സമൂഹത്തിൽ പുരോഗതി കൊണ്ടുവരുന്നു അതാണ്. ഇപ്പം ഒരു കച്ചവടക്കാരന്, ഒരു സ്കൂൾ മാഷന്മാർക്ക് എന്നോട് ദേഷ്യം പിടിക്കരുത്, സ്കൂൾ മാഷ്ക്ക് ഇപ്പോൾ ഇക്കൊല്ലം ഒരു കാര്യം പഠിച്ച് ചെറിയ മാറ്റമൊക്കെ എന്നാലും ഒരു റിട്ടയർമെൻറ്റ് വരെ ഏതാണ്ട് ഒരേ കാര്യങ്ങൾ തന്നെ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും അല്ലേ? ഇക്കൊല്ലം തറ പഠിപ്പിക്കുന്നു. അടുത്ത കൊല്ലം ആക്കി വ്യത്യാസമുണ്ടോ? തായ്ക്കും വ്യത്യാസമില്ലല്ലോ, റായ്ക്കും വ്യത്യാസമില്ല. അടുത്ത കൊല്ലം അങ്ങനെ തന്നെയാണ്, പിറ്റത്തെ കൊല്ലം അങ്ങനെ തന്നെയാണ്. തറ, പറ, പന ഇതൊക്കെ ഉണ്ടല്ലോ, അത് മാറുമോ? അപ്പോൾ ഇതിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈ മാറ്റങ്ങളും ട്രെയിനിങ്ങും ഒക്കെ ഉണ്ട്, അത് മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്. അടിസ്ഥാനപരമായി ഒരേ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കച്ചവടക്കാരനത് പറ്റില്ല. ഇക്കൊല്ലം കൊണ്ടുവച്ചിട്ടുള്ള സാധനം കൊണ്ട് അടുത്ത കൊല്ലം കച്ചവടം നടക്കില്ല. അടുത്ത കൊല്ലം പുതിയ പ്രോഡക്റ്റ് വരണം. മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അയാൾ അറിയണം. എവിടെയാണ് നല്ല പ്രോഡക്റ്റ് കിട്ടുക എന്ന് അറിയണം. അത് കൊണ്ടുവരണം. അത് വളരെ ക്യാച്ചിയായിട്ട് ആളുകളെ ആകർഷിക്കണം. നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കണം, നിരന്തരം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നിരന്തരം പഴയ നോക്കിയ ഫോണും വെച്ചിട്ട് ഇപ്പോൾ ഇരുന്ന കച്ചവടം നടക്കില്ലല്ലോ. പുതിയ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഫോണിൽ വരുന്നതെന്ന് അറിയണം. അതിനനുസരിച്ചുള്ള ഫോണുകൾ കണ്ടുപിടിക്കണം, സംഘടിപ്പിക്കണം, കൊണ്ടുവരണം. ഏറ്റവും ലാഭത്തിൽ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് ഓർഡർ ചെയ്യണം. ഇങ്ങനെ നിരന്തരം നിരന്തരം സ്വയം ഇന്നോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ കച്ചവടത്തിൽ സജീവമായ ഒരു സമുദായം എന്നുള്ള നിലയ്ക്ക് വളരെ ഇന്നോവേറ്റീവായിട്ടൊരു സമുദായമാണ് മുസ്ലിം സമുദായം. പുതിയ കാര്യങ്ങൾ അറിയുക, പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക, പുതിയ കാര്യങ്ങൾ കച്ചവടം ചെയ്യുക. ഇപ്പോൾ കേരളത്തിൽ മുസ്ലിങ്ങൾ കേരളത്തിൻ്റെ ഒരു ചരിത്രം നോക്കുമ്പോൾ കച്ചവടക്കാരായിട്ടാണ് വരുന്നത്. ഇവരെ ഭയങ്കരമായിട്ട് സ്വീകരിച്ചു, ഇളനീർ കൊടുത്തു, മാപ്പിള എന്ന് വിളിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അതെന്തോ ഒരു ഔദാര്യം പോലെ ആണ് ആളുകൾ വിചാരിക്കുന്നത്. അങ്ങനെ വലിയൊരു ഔദാര്യമൊന്നുമല്ല. കാരണം കേരളത്തിന് ഒരു വാതിൽ തുറക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ. ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഇപ്പോൾ കേരളത്തിൻ്റെ വിഭവങ്ങൾക്ക് എങ്ങനെയാണ് ഇത് വരുന്നത്? ഇവിടെ കുരുമുളകുണ്ട്, ഏലമുണ്ട്, കറുവാപ്പട്ടയുണ്ട്. ഇതിങ്ങനെ കുരുമുളകും ഏലവും കറുവാപ്പട്ടയും തിന്ന് ജീവിക്കാൻ പറ്റുമോ സാമൂതിരിക്ക്? അതിൽ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് എത്തണ്ടേ? അപ്പം അങ്ങനെ അത് ഗ്ലോബൽ മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റിയ ബെസ്റ്റ് പാർട്ട്നേഴ്സ്, ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള പങ്കാളികൾ അത് ഈ അറബികളാണ് എന്നവർ മനസ്സിലാക്കുന്നു. അവരുടെ ഇടപാടിൽ അവരത് തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് അറബികൾ വ്യാപകമായി വളരെ ആവേശപൂർവ്വം ഇവിടെ സ്വീകരിക്കപ്പെടുന്നത്. അതെന്തോ ഇവിടുത്തെ എന്തോ ഒരു ഔദാര്യം, ഇവരുടെ കുഴപ്പമുണ്ടെന്നല്ല പറയുന്നത്, എന്തോ ഒരു വലിയൊരു ഔദാര്യം ചെയ്തു എന്ന മട്ടിൽ അതിനെ കാണേണ്ടതില്ല. കാരണം കറുവാപ്പട്ട നിന്നിട്ട് സാമൂതിരിക്ക് ജീവിക്കാൻ പറ്റില്ല, ആർക്കും ജീവിക്കാൻ പറ്റില്ല. ഇത് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് എത്തണം.
അതിലെ മോസ്റ്റ് റിലയബിൾ പാർട്ട്ണർ, ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു പാർട്ട്ണർ എന്നുള്ള നിലക്കാണ് അറബികൾ സ്വീകരിക്കപ്പെടുന്നത്. ഏറ്റവും വിശ്വസ്തരാണ് അവർ, സത്യസന്ധരാണ് അവർ, കച്ചവടത്തിൽ മാന്യത പുലർത്തുന്നു, പറഞ്ഞ പൈസ തരുന്നു, പറ്റിക്കുന്നില്ല. എന്ന് മാത്രമല്ല കച്ചവടം ഉഷാറാവുന്നു, നല്ല ബിസിനസ് കിട്ടുന്നു, രാജ്യം പുരോഗതിയിലേക്ക് പോകുന്നു, സമൃദ്ധിയിലേക്ക് പോകുന്നു, സമ്പന്നമാവുന്നു. അപ്പോൾ അവർ സ്വീകരിക്കപ്പെടുന്നു, അവർക്ക് വലിയ സ്ഥാനങ്ങൾ കിട്ടുന്നു, അവരുടെ സമൂഹം ഇവിടെ വളരുന്നു, വളരുന്നതിനനുസരിച്ച് ആവശ്യങ്ങൾ വരുന്നു, പള്ളികളുണ്ടാവുന്നു, സംവിധാനങ്ങളുണ്ടാവുന്നു. അങ്ങനെയാണ് കേരളത്തിൽ ഇസ്ലാം വരുന്നത്, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കേരളത്തിൻ്റെ ഒരു സാമൂഹിക രൂപീകരണത്തിൽ അല്ലെങ്കിൽ സമുദായ ഒരു സോഷ്യൽ ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിനകത്ത് മുസ്ലിങ്ങളുടെ പങ്ക് വളരെ നേരത്തെ തന്നെ, ഇസ്ലാമിൻ്റെ ഏതാണ്ട് ആവിർഭാവ കാലത്ത് തന്നെ ആരംഭിച്ചതാണ്. അതിവിടെയുള്ള പല ആളുകൾക്കും അത് പലതും മനസ്സിലാക്കാത്ത കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ തുഫത്തുൽ മുജാഹിദീനിലൊരു കാര്യം പറയുന്നുണ്ട്, ഈ മുസ്ലിങ്ങൾ വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നും. മുസ്ലിങ്ങൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ച ആളുകളെ വൃത്തിയാക്കി കുളിപ്പിച്ച് മറമാടും, വളരെ ഉപചാരപൂർവ്വം അത് മറമാടും. പക്ഷേ ഇവിടെയുള്ള ബാക്കിയുള്ള ആളുകൾ അവരുടെ ശവങ്ങൾ, മൃതദേഹങ്ങൾ കഴുകന്മാർക്ക് ഇട്ടുകൊടുക്കുകയാണ്, കഴുകന്മാർക്കും കാക്കകൾക്കും ഇട്ടുകൊടുക്കുകയാണ്. ഒരു ശവസംസ്കാര രീതി, ഒരു മാന്യമായിട്ടുള്ള ഒരു ശവസംസ്കാര രീതി പോലും അന്നിവിടെ പരിചയത്തിലോ പ്രചാരത്തിലോ ഉണ്ടായിരുന്നില്ല. ഒരു മരിച്ച ആൾക്ക് മാന്യതയോടുകൂടി വിട ചൊല്ലുക, അത് ഇന്നിപ്പോൾ ആലോചിക്കാൻ നമുക്ക് എന്താ അതിൽ വലിയ സംഭവം തോന്നും. പക്ഷെ അത് പരിചയമില്ലാത്തൊരു ജനതയായിരുന്നു, അത് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ബഹുതമാശയാണ്. മാറിടം കാണിച്ചുകൊണ്ട് നടന്നിരുന്ന സ്ത്രീകൾ, അർദ്ധനഗ്നരായിക്കൊണ്ട് നടന്നിരുന്ന മനുഷ്യർ, അവർക്കിടയിലാണ് പുതിയൊരു വസ്ത്ര സംസ്കാരം ഇവർ പരിചയപ്പെടുന്നത്, മുസ്ലിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഈ ടിപ്പുവിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണം, ടിപ്പു സ്ത്രീകളെ കുപ്പായടിച്ചു എന്ന് പറയും. കുപ്പായടിച്ചു എന്നുള്ള ഇസ്ലാം മതമാക്കി എന്നുള്ളതിൻ്റെ ഒരു പര്യായമായിട്ട് കൂടെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ടിപ്പു ഇവിടെ വന്നപ്പോൾ ഈ പെണ്ണുങ്ങളൊക്കെ ഇതും കാണിച്ച് നടക്കുന്നത് പുള്ളിക്ക് ഭയങ്കര അലോസരമായി. ഇത് എന്നുള്ള മട്ടിൽ മുമ്പ് ആകെ, ഇത് മാത്രമല്ല ഒരുപാട് ഇവിടുത്തെ വിവാഹ രീതികളെല്ലാം അദ്ദേഹത്തെ അതിഭയങ്കരമായി എംബരാസ് ചെയ്തിട്ടുണ്ട്. കണ്ട മാത്രമേ ഓർഡർ ഇട്ടു, എല്ലാത്തിനും കുപ്പായടിക്കാൻ വേണ്ടിയിട്ട് പുള്ളി ഓർഡർ ഇടുകയുണ്ടായി. അങ്ങനെയാണ് ടിപ്പു കുപ്പായടിച്ചു എന്ന പ്രയോഗം വരുന്നത്. അപ്പം നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ, തുണി എങ്ങനെയെങ്കിലും തുണി എവിടെയെങ്കിലും കെട്ടിവെച്ചിരുന്ന ഒരു രീതിയിൽ നിന്ന് പുതിയ വസ്ത്ര സംസ്കാരം, മാന്യമായൊരു വസ്ത്ര സംസ്കാരം കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് ആരാണ്? മുസ്ലിങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ പർദ്ദയെ ഭയങ്കരമായിട്ട് എതിർത്തുകൊണ്ട് ഒരു ഘട്ടത്തിൽ, ഇപ്പോൾ പർദ്ദയെ എതിർക്കുമ്പോൾ ഈ 80കളുടെ അവസാനത്തിൽ 90കളിലൊക്കെയാണ് പർദ്ദക്കെതിരായിട്ടുള്ള ഭയങ്കര വിമർശനം ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, ഇടതുപക്ഷ ബുദ്ധിജീവികളൊക്കെ ഉയർത്തുന്നത്. അവർ പറഞ്ഞിരുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പർദ്ദ അറേബ്യൻ വസ്ത്രധാരണ രീതിയാണെന്ന്, അത് അറേബ്യയിൽ ഇറക്കുമതി ചെയ്തതാണ്. ഇത് കേട്ടതൊന്നും ബാക്കി സാധനമൊക്കെ ഇവിടെ ഉണ്ടായതാണ്. കുപ്പായം ഇവിടെ ഉണ്ടായതാണോ? പാൻറ് ഇവിടെ ഉണ്ടായതാണോ? ചുരിദാർ ഇവിടെ ഉണ്ടായതാണോ? ഇവിടെ എന്തുണ്ടായി? അപ്പോൾ മനുഷ്യർ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ്, ഇറക്കുമതി ചെയ്യും കയറ്റുമതിയും ചെയ്തുകൊണ്ട് തന്നെയാണ് മനുഷ്യർ ജീവിക്കുന്നത്. പക്ഷെ പർദ്ദ എവിടെ വരും? അത് അറേബ്യയിൽ ഇറക്കുമതി ചെയ്തതാണ്. എന്താ കുഴപ്പം? അറേബ്യയിൽ ഇറക്കുമതി തന്നെയാണ്. ഈ കുപ്പായം ബ്രിട്ടൻ ഇറക്കുമതി ചെയ്ത കുഴപ്പമില്ല, പാൻറ് ബ്രിട്ടൻ ഇറക്കുമതി ചെയ്ത കുഴപ്പമില്ല, പർദ്ദ അറേബ്യയിൽ ഇറക്കുമതിയും ഭയങ്കര പ്രശ്നമാണ്. ഈ ഷവർമയൊക്കെ വരുമ്പോൾ അത് ഉണ്ടായിരുന്നു, അത് ഭക്ഷണത്തിൻ്റെ അറബ് വൽക്കരണമാണ്. ഈ അൽഫാം, ഷവർമ, മറ്റേ കുഴിമന്തിയൊക്കെ കാണുമ്പോൾ അത്
ഞാൻ ചുമ്മാ അറിയില്ല, ഇത് ഭക്ഷണത്തിൻ്റെ അറബ് വൽക്കരണമാണ് എന്നൊക്കെ പറഞ്ഞ ലേഖനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മനുഷ്യൻ എല്ലാ ദിവസവും ഇഡ്ഡലിയും സാമ്പാറൊന്നും ജീവിക്കാൻ പറ്റില്ലല്ലോ. മനുഷ്യരിങ്ങനെ പല കാര്യങ്ങളും പലയിടത്തും ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടുത്തെ കുറേ ആളുകൾ, അധികം ആളുകൾ അറേബ്യയിൽ ജോലി ചെയ്യുന്നവരാണ്. അപ്പം അവർക്ക് പരിചയമുള്ളത് ഷവർമ്മ ഇങ്ങനെ വെട്ടണതാണ്. അവർ ഇറ്റലിയിലായിരുന്നു ജോലി ചെയ്തിരുന്നെങ്കിൽ അവർ പിസ്സ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ വേറെ എവിടെയാണെങ്കിൽ അവിടുത്തെ ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു. മനുഷ്യരുടെ ഒരു സുഖമാണ്. പക്ഷെ അറബ് ഇറക്കുമതി എന്ന് പറയുമ്പോഴേക്ക് അത് നേരത്തെ ഇവിടെ പറഞ്ഞ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന സൂക്കേടിൻ്റെ ഭാഗമാണ്. അത് റഷ്യയിൽ നിന്ന് ഒരു റഷ്യക്കാരൻ വന്നിട്ട് ഇവിടുന്ന് കല്യാണം കഴിച്ചാൽ 7 കടൽ കടന്ന പ്രണയത്തിൻ്റെ സാഫല്യം എന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ വാർത്ത വരും. ഒരു റഷ്യക്കാരനോ ഒരു അമേരിക്കക്കാരനോ വന്നിട്ട് ഇവിടുന്ന് കല്യാണം കഴിച്ചു, അത് അറബി വന്നിട്ട് കല്യാണം കഴിച്ചു, വീണ്ടും അറബി കല്യാണം എന്ന് പറഞ്ഞിട്ട് ഇത് സൂക്കേട് വേറെയാണ്. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേമാതിരിയുള്ളതാണ് ഈ പർദ്ദ, അറേബ്യൻ ഇറക്കുമതിയാണ്. യഥാർത്ഥത്തിൽ മലയാളികൾക്ക് മാന്യമായ വസ്ത്രധാരണം പഠിപ്പിച്ചത് മുസ്ലിങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ആധുനികവൽക്കരിക്കുന്നത്, ഈ സമൂഹത്തെ പുരോഗമനാത്മകമായി കൊണ്ടുവരുന്നത് കാറ്റലിസ്റ്റ് റോൾ എന്ന് പറയുന്നത് ഏറ്റവും സുപ്രധാനമായ, ഏറ്റവും നിർണായകമായ ലീഡിംഗ് റോൾ വഹിച്ച ഒരു ജനതയാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ. താരാചന്ദ് എന്ന് പറഞ്ഞിട്ടൊരു അതിഭയങ്കര പ്രശസ്തനായിട്ടൊരു ഹിസ്റ്റോറിയൻ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇസ്ലാമിക് കൾച്ചർ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് 70കളിലോ മറ്റോ എഴുതിയ പുസ്തകമാണ്. വളരെ പ്രസിദ്ധമായ പുസ്തകമാണ്. അതിൽ അദ്ദേഹം ഇതിനെ കുറച്ചും കൂടി കടത്തിയിട്ടാണ് പറയുന്നത്. അദ്ദേഹം പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദു നവോത്ഥാനം തന്നെ ഉണ്ടായത് മുസ്ലിങ്ങളെ കൊണ്ടാണ്. ഇന്ത്യയിൽ ഹിന്ദു നവോത്ഥാനം തുടങ്ങുന്നത് ദക്ഷിണേന്ത്യയിലാണ്. അദ്ദേഹം പറയുന്നതാണ് കേട്ടോ, ദക്ഷിണേന്ത്യയിലാണ് ഇസ്ലാം ആദ്യമായിട്ട് വരുന്നത്. ദക്ഷിണേന്ത്യയിൽ ഇസ്ലാമിൻ്റെ സ്വാധീനമാണ് ദക്ഷിണേന്ത്യയിലെ ഹിന്ദു നവോത്ഥാനം കൊണ്ടുവന്നത്. അതാണ് പിന്നെ വടക്കോട്ട് പോയതെന്ന് അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നുണ്ട്. വളരെ പ്രസിദ്ധനായിട്ടുള്ള മാർക്സിസ്റ്റ് ചിന്തകനാണ് എം എൻ റോയിയുടെ ദ ഹിസ്റ്ററിക്കൽ റോൾ ഓഫ് ഇസ്ലാം എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. ഇസ്ലാമിൻ്റെ ചരിത്രപരമായ പങ്ക് എന്ന് പറഞ്ഞിട്ട് മലയാളത്തിലുണ്ട്. എനിക്കൊന്ന് IPH എന്നാണ് ഇറക്കിയെന്നാണ് എൻ്റെ ഓർമ്മ. ഇടതുപക്ഷക്കാർ വായിക്കേണ്ട ഒരു പുസ്തകമാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധനായ ഇടതുപക്ഷ സൈദ്ധാന്തികരിൽ ഒരാളാണ് എം എൻ റോയ്. എങ്ങനെയാണ് സാമൂഹിക രൂപവൽക്കരണം ഒരു സമൂഹത്തെ ഷേപ്പ് ചെയ്യുന്നതിൽ, അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ, അതിനെ പുരോഗമനാത്മകമായൊരു സമൂഹമാക്കി മാറ്റുന്നതിൽ ഇസ്ലാം എങ്ങനെയാണ് പങ്കുവഹിക്കുന്നത് എന്ന് അദ്ദേഹം അതിൽ വിശദമായിട്ട് പ്രതിപാദിക്കണം. ഇപ്പോൾ കേരളത്തിൻ്റെ ഇന്നത്തെ കാര്യങ്ങൾ പറയുമ്പോൾ, ഇന്നത്തെ പുരോഗതിയെക്കുറിച്ച് പറയുമ്പോൾ അതിൽ വിത്തിട്ടത് കേരളത്തിൽ ഇസ്ലാമിക സമൂഹമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കച്ചവടം, വിദേശ ബന്ധങ്ങൾ, യാത്രകൾ, അതവർ കേരളത്തെ പഠിപ്പിക്കുന്നു. പിന്നെ ഇതിൽ ഭയങ്കര ഇടതുപക്ഷ മൂല്യമായിട്ട് പറയുന്ന സാധനങ്ങൾ എന്താണ്? സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള ബോധം, അധിനിവേശത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയ ഉണർവ്. കേരളത്തിൻ്റെ ആരാണിത് തുടങ്ങുന്നത്? കേരളത്തിലെ ആദ്യത്തെ അധിനിവേശ വിരുദ്ധ പോരാട്ടം പോർച്ചുഗീസുകാർക്കെതിരായിട്ടുള്ള പോരാട്ടം. കുഞ്ഞാലി മരക്കാർ. എന്താണ് പോർച്ചുഗീസ് തുഹ്ഫത്തുൽ മുജാഹിദീൻ? എന്താണ്? പറങ്കികൾക്കെതിരായ പോരാട്ടം ഫർള് ഐൻ ആണ്, ജിഹാദിൽ പങ്കെടുക്കൽ ഐൻ ആണ് എന്ന് സമർത്ഥിക്കുകയല്ലേ ചെയ്യുന്നത് തുഹ്ഫത്തുൽ മുജാഹിദീൻ. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഭാര്യമാർക്ക് ഭർത്താവിൻ്റെ അനുമതി പോലും വേണ്ട എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ഫർള് ഐനായിട്ടുള്ള കാര്യമാണ് പറങ്കികൾക്കെതിരായിട്ടുള്ള ജിഹാദ്. അപ്പോൾ എന്താ അതിൻ്റെ കാരണം? അത് നോക്കൂ, ഇവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങൾ. കച്ചവടത്തിൽ അവർക്കാണ് ആധിപത്യം, അല്ലെങ്കിൽ അവർക്കാണ് പ്രധാനപ്പെട്ട റോൾ. പക്ഷേ അതേസമയം ആ കച്ചവടം കൊണ്ട് ഈ നാട് വികസിക്കുന്നുണ്ട്, നമ്മുടെ നാട് വികസിക്കുന്നുണ്ട്. സാമൂതിരി സമ്പന്നനായ ഒരു രാജാവായി, സമ്പന്നമായ രാജ്യത്തിൻ്റെ അധിപനായിട്ട് വാണരുളുകയാണ് ഈ പരസ്പര ബന്ധത്തിലൂടെ. രഹിരത്ത ഷിത്ത ഇവസൈഫ്, കൊണ്ടും കൊടുത്തും. മുമ്പ് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചതുപോലെ വർസുഖ് അഹ്ലഹു മിന സമറാത്ത്, സമൃദ്ധിയുള്ള അമ്നുള്ള ഒരു രാജ്യമായി ഈ രാജ്യം മാറുകയാണ്. മുസ്ലിങ്ങൾക്ക് അതിൻ്റെ എല്ലാം, കോഴിക്കോട് കാളി എന്ന് പറയുന്ന സംഭവം ഉണ്ടായത് എങ്ങനെയാണ്? മുസ്ലിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇസ്ലാമിക നിയമം അനുസരിച്ച്, സിവിൽ നിയമങ്ങൾ മാത്രമല്ല ക്രിമിനൽ നിയമങ്ങൾ വരെ ഇസ്ലാമിക നിയമം അനുസരിച്ച് നടപ്പിലാക്കപ്പെട്ടു.
അത് നോക്കിയിരുന്ന ആളാണ്. കോഴിക്കോട് കാളി എന്ന് പറയുന്ന സ്ഥാനം ഉണ്ടായത് അങ്ങനെയാണ്. ഹി വാസ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് മുസ്ലിംസ്. മുസ്ലിങ്ങളുടെ എല്ലാ കാര്യങ്ങളുടെയും വിധി പറഞ്ഞിരുന്നത് കോഴിക്കോട് കാളിമാരായിരുന്നു. സാമൂതിരിയാണ് നിശ്ചയിക്കുന്നത്. അങ്ങനെ എല്ലാ നിലക്കും ഭദ്രമായ ശക്തമായ ഒരു ഇസ്ലാമിക സമൂഹം ഇവിടെ പോവുകയാണ്. നാട് സുഭിക്ഷമായ ഒരു നാട്, സമൃദ്ധിയുള്ള നാട്. അതിനിടയിലാണ് ഇവർ വരുന്നത്, പോർച്ചുഗീസുകാർ വരുന്നത്. മാനുവൽ രാജാവിനോട് പോപ്പ് പറയുകയാണ് തെക്കൻ പ്രദേശങ്ങൾ പിടിച്ചെടുക്കണം, മുസ്ലിങ്ങളെ എല്ലാം അടിമകളാക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശാനുസരണം പുറപ്പെട്ട ഒരു കൊള്ളക്കാരനാണ് വാസ്കോ ഡ ഗാമ. നമ്മൾ സ്കൂളിൽ ഗ്രേറ്റ് എക്സ്പ്ലോറർ എന്നാണ് പഠിക്കുന്നത്. അങ്ങേരൂടെ വരുന്നു, വന്നുകൊണ്ട് കുഴപ്പമില്ല. ബിസിനസ്സിൽ പുതിയ ഒരാൾ കൂടെ വരുന്നു, അതിലാർക്കും കുഴപ്പമില്ല. പക്ഷേ പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? അവർ മൊണോപ്പൊളി സ്ഥാപിക്കുകയാണ്. അവരുടെ കുത്തക പോർച്ചുഗീസുകാരല്ലാതെ ആരും കച്ചവടം ചെയ്യാൻ പാടില്ല. പോർച്ചുഗീസുകാർക്ക് അല്ലാതെ കച്ചവട ചരക്കുകൾ കൊടുക്കാൻ പാടില്ല. കുരുമുളകും കറുവാപ്പട്ടയും കൊടുക്കാൻ പാടില്ല, ഏലവും കൊടുക്കാൻ പാടില്ല. അറബിക്കടലിൽ കുത്തക സ്ഥാപിക്കുകയാണ്. ബഹുരാഷ്ട്ര കുത്തക എന്നൊക്കെ ഇപ്പോൾ ഇടതുപക്ഷക്കാർ പ്രസംഗിക്കുന്നില്ല, ആ മട്ടിലുള്ളൊരു സംഭവം. അത് പറ്റില്ല, അത് പറ്റില്ല. നിങ്ങൾക്ക് കച്ചവടം ചെയ്യാം, പക്ഷേ മറ്റൊരു കൂട്ടർ കച്ചവടം ചെയ്യരുത് എന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. അങ്ങനെയാണ് പറങ്കികൾക്കെതിരെ ജിഹാദ് തുടങ്ങുന്നത്. കേരളത്തിലെ ആദ്യത്തെ അധിനിവേശ വിരുദ്ധ പോരാട്ടമാണ്. അത് മുസ്ലിങ്ങളെ വലച്ചിട്ടുണ്ട്. ആദ്യ കുറേ കാലം ധീരമായി ചെറുത്ത് നിന്നിട്ടുണ്ട്, പറങ്കികളെ വായിച്ചിട്ടുണ്ട്. അവർ കേരളത്തിൽ ആസ്ഥാനം ഉണ്ടാക്കാൻ വിചാരിച്ച് അവരെ ഗോവയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഒടുവിൽ സാമൂതിരി അവരുടെ കെണിയിൽ വീണതോ അല്ലെങ്കിൽ സാമൂതിരി ചതിച്ചോ എന്നൊക്കെ, ഈ സാമൂതിരി എന്നൊക്കെ പറയുമെന്ന് വെച്ചാൽ ഈ കൊണ്ടുവന്ന സാമൂതിരി ചതിച്ച സാമൂതിരി ഒരാളാണെന്ന് വിചാരിക്കരുത് കേട്ടോ, അത് ഒരു വംശമാണ്. സാമൂതിരി എന്നെ പിന്നിൽ നിന്ന് കുത്തി എന്നതിനെക്കുറിച്ച് പറയപ്പെടുന്നു. എനിവേ അതിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവസാനത്തിൽ അതിൽ തിരിച്ചടിയുണ്ടായി. അങ്ങനെയാണ് മുസ്ലിങ്ങൾ ഈ തീരപ്രദേശങ്ങളിൽ നിന്ന് കിഴക്കോട്ട് മാറുന്നത്, കിഴക്കോട്ടേക്ക് കൂടെ പോകുന്നത്, ഇടനാട്ടിലേക്കും മലനാട്ടിലേക്കും. കേരളത്തിൽ ആദ്യമായി പൊതുമണ്ഡലം എന്ന് പറയുന്ന, പബ്ലിക് സ്പിയർ എന്ന് പറയുന്ന ഒരു ആശയം രൂപപ്പെടുന്ന അങ്ങനെയാണ്. കാരണം നേരത്തെ അങ്ങനെയില്ല. നായർ മണ്ഡലവും ചെറുമരുടെ മണ്ഡലവും പൊലേരുടെ മണ്ഡലവും അങ്ങനെയൊക്കെയുള്ളൂ. എല്ലാ മനുഷ്യരും പരസ്പരം ഒത്തുചേരുകയും സംഗമിക്കുകയും, മുസ്ലിങ്ങളും നായന്മാരും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ഈ സാമൂതിരിയുടെ പക്ഷേ തീരപ്രദേശത്ത് മാത്രമാണ്. പക്ഷേ മുസ്ലിങ്ങൾ ഈ പറയുന്ന ചെറുമരിലേക്കും പറയരിലേക്കും പൊലേരിലേക്കും ദളിതരിലേക്കും ഈ പിന്നോക്ക വിഭാഗങ്ങളിലേക്കുമൊക്കെ അവർ കടന്നു ചെല്ലും. പുതിയൊരു പബ്ലിക് സ്ഫിയർ കേരളത്തിൽ രൂപപ്പെടുന്നു. അവർക്ക് പുതിയ തിരിച്ചറിവുകൾ ഉണ്ടാവുകയാണ്. ഈ ജന്മിത്വത്തെ അവർ ചോദ്യം ചെയ്യുന്നു. അതിനിടയിൽ ജന്മിത്വത്തിനെതിരായിട്ടുള്ള സമരം എന്തോ ഒരു ഭയങ്കര ഇടതുപക്ഷത്തിൻ്റെ ഒരു സംഭവമായിട്ട് അവർ പറയാറുണ്ട്. 1939 കേരളത്തിൽ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുന്ന പിണറായി കടുത്ത പാറപ്പുറത്ത് 1939. പക്ഷെ 1820 ജനിച്ച ആളാണ് മമ്പുറം ഫസൽ പൂക്കോയ തങ്ങൾ. മമ്പുറം ഫസൽ പൂക്കോയ തങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? മമ്പുറം ഫസൽ പൂക്കോയ തങ്ങളെ നാട് കടത്തി ബ്രിട്ടീഷുകാർ. എനിക്ക് തോന്നുന്നു 20-ാം വയസ്സിലോ 23-ാം വയസ്സിലോ മറ്റാണ് നാട് കടത്തുന്നത്. എന്തിനാണ് നാട് കടത്തിയത്? അദ്ദേഹം പള്ളി മിമ്പറിൽ വെച്ച് പ്രസംഗിക്കുകയാണ്. എന്താ പ്രസംഗിക്കണത്? ഒരൊറ്റൊരുത്തനും തിരുമേനി എന്ന് വിളിക്കരുത്, ജന്മിമാരെ തിരുമേനി എന്ന് വിളിക്കരുത്. വലഖദ് കറംനാ ബനി ആദം, എല്ലാ മേനിയും തിരുമേനിയാണ്. അള്ളാഹുവിന് മുമ്പിൽ എല്ലാ മേനിയും പ്രധാനപ്പെട്ട മേനിയാണ്, ആദരവുള്ള തിരുവായിട്ടുള്ള മേനിയാണ്. അതുകൊണ്ട് തിരുമേനി എന്ന് വിളിക്കരുത്. എച്ചിൽ ഭക്ഷിക്കരുത്. വർസുഖുഹും മിനത് ത്വയ്യിബാത്ത്, നല്ലത് ഭക്ഷിക്കേണ്ട ജനതയാണ് നിങ്ങൾ. അതുകൊണ്ട് ജന്മിമാർ ഇട്ട് തരുന്ന എച്ചിൽ തിന്നരുത്, അവർ ബാക്കി വെച്ചത് തിന്നരുത്. പിന്നെന്താ പറഞ്ഞത്? കാളയുടെ കഴുത്തിൽ നിന്ന് മുഖമെടുത്തു മാറ്റുമ്പോൾ തന്നെ കൂലി ചോദിക്കണം.
മുഖമെടുത്തു മാറ്റുമ്പോൾ തന്നെ കൂലി ചോദിക്കണം. ഇത് പാറപ്പുറം സമ്മേളനത്തിലെ പ്രമേയങ്ങളല്ല. 1800കളിൽ തിരൂരങ്ങാടി മമ്പറം പള്ളിയിൽ നടന്ന ഖുത്ബകളാണ്. അപ്പോൾ ജന്മിത്വത്തിനെതിരായിട്ടുള്ള പ്രക്ഷോഭം, ജന്മിത്വത്തിനെതിരായിട്ടുള്ള സമരം എന്ന് പറയുന്നത് എന്തോ ഇടതുപക്ഷക്കാരെ കണ്ടുപിടിച്ച ഒരു സംഭവമാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയാണ് മലബാറിലെങ്ങും ജന്മിത്വത്തിനെതിരായിട്ടുള്ള സമരം ഉണ്ടാകുന്നത്. ഈ മലബാർ പ്രക്ഷോഭം, മലബാർ കലാപം എന്ന് പറയുന്നത് 1921 സംഭവിച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്. അത് 1921 അതിൻ്റെ ഒരു കൾമിനേഷനാണ്, അതിൻ്റെ ഒരു അവസാനത്തെ വിസ്ഫോടനമാണ്. 1850കളിൽ തുടങ്ങുന്നുണ്ട് മഞ്ചേരി കലാപം, കുളത്തൂർ കലാപം, മണ്ണാർക്കാട് കലാപം, മട്ടന്നൂർ കലാപം. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ജന്മിത്വ വിരുദ്ധ സമരങ്ങളുടെ തിളച്ചുമറിയലുണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒരു അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ ഈ പറയുന്ന ജന്മിത്വത്തിനെതിരായിട്ടുള്ള ആദ്യത്തെ ഇത് വരുന്നത് ടിപ്പു സുൽത്താൻ്റെ ഭാഗത്താണ്. ഇവിടെ നേരത്തെ ഉദ്ഘാടകൻ പറയുകയുണ്ടായി. ടിപ്പു സുൽത്താൻ 1766 ഇവിടെ മൈസൂർ ഭരണം മലബാറിലേക്ക് വരുന്നത്. വെറും 25-26 വർഷം അതുണ്ടായിട്ടുണ്ട്. ടിപ്പു സുൽത്താൻ ഒന്നാമതായിട്ട് ചെയ്തത് ഇവിടുത്തെ ഭൂബന്ധങ്ങൾ ഇതാക്കുകയായിരുന്നു, ജന്മിത്വം അവസാനിപ്പിക്കും. അങ്ങനെയാണ് ജന്മിമാർ കൂട്ടത്തോടെ തിരുവിതാംകൂറിലേക്ക് പോകുന്നത്. ഇവിടുത്തെ ലൈംഗിക ബന്ധങ്ങൾ, അതിനകത്ത് അദ്ദേഹം ഇവിടുത്തെ വിവാഹ രീതികളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വസ്ത്രം ധരിക്കുന്ന കാര്യത്തിലുണ്ടായിട്ടുള്ള ഈ പറയുന്ന അതിർപ്പം, മൂപ്പർക്കുണ്ടായ അതിർപ്പം, ഇവിടുത്തെ വിവാഹ രീതികൾ, വിവാഹം വെച്ചാൽ മൂത്ത ആൾക്ക് മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളൊക്കെ സംബന്ധമാണ്. എവിടെയെങ്കിലും പോവുക, കുട്ടികളുണ്ടാക്കുക, ഇതിനൊന്നും ഒരു അങ്ങേയറ്റം അരാജകമായ ഒരു ലൈംഗിക ജീവിതം, കുടുംബജീവിതമായിരുന്നു. 1788 ഫെബ്രുവരിയിൽ അദ്ദേഹം ഇറക്കിയൊരു ഉത്തരവ് ഭയങ്കര രസമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. നിങ്ങളുടെ ഇടയിൽ ഒരു സ്ത്രീ 10-20 പുരുഷന്മാരോട് കൂടി സംസർഗം ചെയ്യുന്നതും നിങ്ങളുടെ അമ്മ പെങ്ങന്മാരെ ഈ വിധം ധൂർത്തമായി നടക്കുവാൻ യാതൊരു തടവ് കൂടാതെ നിങ്ങൾ സമ്മതിക്കുന്നതും പൂർവാചാരമായിരിക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾ എല്ലാവരും വ്യഭിചാരത്തിൽ ജനിച്ചവരും സ്ത്രീ പുരുഷന്മാരുടെ സംസർഗ വിഷയത്തിൽ പാടത്തു മേഞ്ഞു നടക്കുന്ന കന്നുകാലികളെക്കാൾ നിർലജ്ജന്മാരും ആകുന്നു. ഇപ്രകാരമുള്ള പാപകരമായ ദുരാചാരങ്ങളെ ത്യജിച്ച് സാധാരണ മനുഷ്യരെ പോലെ നടക്കുവാൻ നാം ഇതിനാൽ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. സാധാരണ മനുഷ്യന്മാരെ പോലെ നടക്കാൻ ഒരു സർക്കാർ ഉത്തരവ് വരികയാണ്. അപ്പോൾ ഇവിടെയുള്ള ജന്മിബന്ധങ്ങളിൽ, ഭൂബന്ധങ്ങളിലും ലൈംഗിക ബന്ധങ്ങളിലും അടിമേൽ വിപ്ലവം കൊണ്ടുവന്നൊരു മനുഷ്യനായി. പക്ഷേ ടിപ്പുവിന് 26 വർഷം നിൽക്കാൻ പറ്റിയുള്ളൂ. അദ്ദേഹം ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ പരാജയപ്പെട്ട് മാറുന്നു. പിന്നെ ബ്രിട്ടീഷുകാരാണ് ഈ ജന്മിമാരെ തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പം അതിനെതിരായിട്ടുള്ള സമരമായിട്ടാണ് മലബാർ സമരം നടക്കുന്നത്. അപ്പം അതിൽ നേതൃത്വം അതിന് ആശയപരമായ ഇത് കൊടുക്കുന്നത് മമ്പറം തങ്ങളാണ്. ജന്മിത്വത്തിനെതിരായിട്ടുള്ള വലിയ പ്രഭാഷണങ്ങൾ അദ്ദേഹത്തിന് നടക്കും. ഇത് കേരളത്തെ രൂപീകരിക്കുന്നത്, കേരളത്തിൽ ഭൂപരിഷ്കരണം ആദ്യമായി കൊണ്ടുവരുന്നത്, ജന്മികുടിയാൻ ബന്ധങ്ങളിൽ വിപ്ലവപരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ടിപ്പു സുൽത്താനാണ്. ജന്മിത്വത്തിനെതിരായിട്ടുള്ള സമരബോധം ഉയർത്തുന്നത് മമ്പറം തങ്ങളാണ്. ഇങ്ങനെയൊക്കെ രൂപപ്പെട്ടൊരു കേരളമാണ്. 1921 വലിയ കലാപത്തെ തുടർന്ന് മുസ്ലിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിനുശേഷമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം പോലും വരുന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ നിലക്ക് നമ്മളിതിനെ പഠിക്കാൻ നിന്നാൽ അത്ഭുതകരമായിട്ട് നമുക്ക് തന്നെ അങ്ങേയറ്റം അത്ഭുതമുണ്ടാക്കുന്ന ഒരുപാട് ചരിത്രാനുഭവങ്ങൾ കണ്ടെത്താൻ പറ്റും. ഈ നമ്മുടെ തന്നെ പൂർവാനുഭവങ്ങളെ, നമ്മുടെ ചരിത്രത്തെ, ഈ കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ നമുക്കുള്ള പങ്ക്, അത് നമ്മൾ മനസ്സിലാക്കുന്നതിനാണ് ആത്മാഭിമാന ബോധം നമുക്കുണ്ടാവണം. ഇതെന്തോ നമ്മളെന്തോ ഇതിലൊന്നും പങ്കില്ലാത്ത ഷവർമയിൽ നിന്ന് കഴിയുന്ന ഒരു കൂട്ടരാണ് എന്ന മട്ടിൽ മുസ്ലിം ജനതയെ ഇകഴ്ത്തുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ ചരിത്രത്തെ നമ്മൾ കണ്ടെടുക്കുക, വീണ്ടെടുക്കുക എന്നുള്ളത് നമ്മുടെ അഭിമാനത്തെ, സ്വാഭിമാനത്തെ നിലനിർത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഹൃദാമന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.